അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് മരിയ. ഞാൻ പാലക്കയം തിന്നു വരുന്നു. എനിക്ക് ഒരുപാട് കാലമായിട്ട് നട്ടല് വേദനയായിരുന്നു. പിന്നെ ഈ കാലിൻ്റെ ഞരമ്പിനും ഭയങ്കര വലിച്ചു കൂട്ടലും കോച്ചിപ്പിടുത്തമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിത് രണ്ടും മാറിക്കിട്ടി. പിന്നെ എനിക്ക് മുട്ടുകുത്താൻ കഴിയില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മുട്ടുകുത്താനും എനിക്ക് കുമ്പസാരിക്കാനും കുർബാന കൊള്ളാനും സാധിച്ചു. ഒരുപാട് കാലമായിട്ട് ഇതൊന്നും നടക്കാത്ത ഒരാളായിരുന്നു ഞാൻ. ഇതെല്ലാം സാധിച്ചു. ഈശോയ്ക്ക് നന്ദി. കാലിന് വേദനയും പുറത്തിന് വേദനയും നട്ടലിലൊക്കെ വേദന ഉള്ളതുകൊണ്ട് അവരുടെ പള്ളി പാലക്കയത്തുനിന്ന് മണ്ണാർക്കാടാണ്. ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. 3-4 വർഷങ്ങളായിട്ട് രോഗിയായിട്ട് വീട്ടിൽ അല്ലേ? 3-4 വർഷമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റില്ലായിരുന്നു. രോഗമായിട്ട് കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുത്തു, വിശുദ്ധ കുർബാനയിലും ആരാധനയിലും പങ്കെടുത്തു, സ്പിരിച്വൽ ഷെയറിങ്ങിൽ പങ്കെടുത്തു. അങ്ങനെ ആ അസുഖം എത്ര നാളായിട്ടുള്ള, എത്ര കൊല്ലമായിട്ടുണ്ടോ ഈ അസുഖം വന്നിട്ട്? 5 വർഷങ്ങളായിട്ടുണ്ടാവും. 5 വർഷമായിട്ട്. എന്തൊക്കെയാണ്? കാലിന് വേദന, കാലിന് വേദന, കാലിൻ്റെ ഞരമ്പുകൾക്കായിരുന്നു വേദന. ഞരമ്പുകൾക്ക്, നട്ടലിന് എനിക്ക് കുനിയാൻ പറ്റില്ല. ഒരു സൈഡിൽ എനിക്ക് തിരിഞ്ഞു കിടക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. കുനിഞ്ഞൊന്ന് കാണിച്ചു കൊടുത്തേ. എനിക്കിപ്പോൾ ഇങ്ങനെ കുനിയാം. മുട്ടുകുത്തി ഒന്ന് മുട്ടുകുത്തി. 5 വർഷമായിട്ടുള്ള നട്ടലിൻ്റെ വേദന കർത്താവ് എടുത്ത് മാറ്റി. മുട്ടുകുത്താൻ പറ്റില്ലായിരുന്നു, എടുത്ത് മാറ്റി. 3 വർഷമായിട്ട് രോഗമായതുകൊണ്ട് ദേവാലയത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, നന്നായി കുമ്പസാരിച്ചു. രോഗങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ.